ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലേ. പിന്നെ ഏട്ടൻ കടയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം 1.5 മാസമായി നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അറിയാലോ അല്ലേ, നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സാധനമൊക്കെ പുതിയത് മേടിക്കേണ്ടി വരും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരിയുണ്ട്, ബാക്കി പച്ചക്കറിയും ഒക്കെ വാങ്ങാൻ വേണ്ടി ഏട്ടൻ പോയിട്ടുണ്ട്. ഞാനിങ്ങനെ കടയിൽ ഏട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കസ്റ്റമർ വന്നിട്ട് ചായ ഇല്ലേ, അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ചോദിക്കുന്നത്. ഞങ്ങൾ ഒരു നാളെ ഓപ്പൺ ചെയ്യും, ഇന്ന് നമ്മൾ ഓപ്പൺ ഇല്ല, നാളെ രാവിലെ തൊട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കും. നാളെ രാവിലെ തൊട്ട് ഓപ്പൺ ചെയ്യണം. 1.5 മാസത്തോളം ഏകദേശം എൻ്റെ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നാട്ടിലേക്ക് പോയിട്ടാണ് ഉണ്ടായിരുന്നത്. രാവിലെ നമ്മൾ 9 മണിയെങ്ങാണ്ടായി ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ കിടന്നുറങ്ങി, ചായ വെച്ച് കുടിച്ചായിരുന്നു, ഭക്ഷണം നോക്കി, ഉച്ചയ്ക്ക് ചോറൊന്നും നോക്കിയിട്ട് അതിന് വൈകുന്നേരം ചോറാക്കിയിട്ട് നല്ല വലിയ പേഷായിട്ട് കഴിക്കണം. ഭയങ്കര തലവേദനയുണ്ട്. പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് ആ ഒരു അസ്വസ്ഥതയുണ്ട്, നടുവേദനയുണ്ട്. ബസ്സിൽ വന്നുകൊണ്ട് അതൊന്നും ചെറിയൊരു വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താ പറയുക, ഏട്ടൻ വന്നിട്ട് വേണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. യാത്ര ഞാൻ ഈ ഒരു സമയത്ത് പറയണമെന്ന് ചോദിച്ചൊരു കാര്യം, നമ്മളെ ഈ KSRTC ബസ് നഷ്ടത്തിലാന്ന് പറയില്ലേ. ഇന്നലെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വന്ന ബസ് സ്പെഷ്യലായിട്ട് വന്ന ബസ്സാണ്. അതിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അത് ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ട് ഇന്ന് തന്നെ അവർ അത് ആൾക്കാരൊന്നും എടുക്കാണ്ട് കാലി അടിച്ചിട്ട് നാട്ടിലേക്ക് പോകണം, കേരളത്തിലേക്ക് പോകണം. എന്നിട്ട് നാളെ അവിടുന്ന് കാലി അടിച്ചിട്ട് വീണ്ടും ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് ഇവിടെ നാളെ എടുത്തിട്ട് പോകണം. അപ്പോൾ പിന്നെ അവർ തന്നെ പറയുന്നുണ്ട്, പിന്നെ ഡ്രൈവറും കണ്ടക്ടറും കൂടി പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്, എന്തൊരു നഷ്ടമായിരുന്ന രീതിയിൽ KSRTC കൊണ്ടുപോകുന്നു. ഇതുപോലെ എത്രയോ ബസ്സുകൾ ഇങ്ങനെയൊക്കെ പിന്നെ ഓടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നഷ്ടങ്ങൾ വരുന്നത്. പിന്നെ ഇപ്പം വേണമെങ്കിൽ ഇന്നലെ വന്ന വണ്ടി ഇന്ന് ഇവിടുന്ന് ആൾക്കാർ എടുത്തിട്ട് പോയി, നാളെ അവിടുന്ന് ആൾക്കാർ എടുത്തിട്ട് വന്നിട്ട് പിന്നെ ഇവിടെന്ന് വെച്ചാൽ ആ ഒരു വണ്ടിയിൽ തന്നെ എത്ര ആൾക്കാരെന്നറിയോ. ഞാനും ഏട്ടനും, ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ 4ാമത്തെ സീറ്റിലും ഏട്ടൻ 46ാമത്തെ സീറ്റിലുണ്ട്. രണ്ടാളും വേറെ വേറെ ചെയ്യുന്നത്. അത്രയും റഷായിരുന്നു പിന്നെ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഈ ബസ്സിന് ഇങ്ങനെ വെറുതെ എണ്ണ അടിച്ചിട്ട് എണ്ണക്കൊക്കെ ഭയങ്കര പൈസ എന്നൊക്കെയല്ലേ പറയുന്നത്. ഇങ്ങനെ വെറുതെ ഡീസൽ അടിച്ചിട്ട് ഇത്രയും വരെ വന്ന് വീടിന് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വെറുതെ കാലി അടിച്ചിട്ട് വരിക, അതിൻ്റെ ആളെ കൂട്ടുകൊണ്ട് വീണ്ടും പോകുമെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു നഷ്ടമാണെന്നല്ലേ. പിന്നെ ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ട കാര്യമാണ്, നമ്മളെപ്പോലത്തെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം അല്ലേ. അവർ ഭംഗിയായിട്ട് നോക്കിയും കണ്ടും പ്രവർത്തിക്കും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പിലായിരിക്കുമല്ലോ നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ട് ഇവരൊക്കെ വിജയിപ്പിച്ച് മന്ത്രിയും ഓരോ സെക്ഷനിലും ഓരോ സ്ഥാനത്തേക്കും കൊടുക്കുന്നത്. ഇവരിങ്ങനെ ചെയ്യുന്നതിൽ പിന്നെ എന്ത് ചെയ്യാം അല്ലേ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നാളെ മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ തൊഴിൽ കച്ചവടം തുടങ്ങിയാണ്. പിന്നെ എനിക്ക് 19-ാം തീയതി വീണ്ടും നാട്ടിലേക്ക് പോകണം. അതിനുമുമ്പ് കട ഓപ്പൺ ആക്കിയിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ വരുമായിരിക്കും, ഏട്ടന് വെയിറ്റ് ചെയ്യുന്ന വന്നിട്ട് വേണം ഭക്ഷണം. ഭയങ്കര വിശപ്പാണ്. ഇനി ഏട്ടൻ വന്ന് ഇത് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നോക്കാം. ബൈ.